പിന്നെ 28, 29 അങ്ങനെയാണെന്നും അഭിപ്രായമുണ്ട്. രണ്ടായിരുന്നാലും മിഹ്റാജിൻ്റെ നോമ്പ് സുന്നത്താണ്. മിഹ്റാജ് എന്ന ബേസിലും സുന്നത്താണ്, അയ്യാമു സൂദ് എന്ന ബേസിലും സുന്നത്താണ്. ഇനി അയ്യാമു സൂദ് അല്ലെങ്കിൽ തന്നെ മിഹ്റാജ് എന്ന ബേസിൽ തന്നെ സുന്നത്തുണ്ടെന്നതാണ് സത്യം. അതിലൊന്നും തർക്കിക്കുന്നവർ പഴയ കാലത്തുണ്ടായിരുന്നില്ല. എല്ലാവരും മുത്ത് റസൂലുള്ളാഹി തങ്ങൾ മിഹ്റാജ് കഴിഞ്ഞു വരുമ്പോൾ നോമ്പോടുകൂടെ വന്നു എന്ന ഹദീസിൽ കാണാം. മിഹ്റാജിൻ്റെ നോമ്പിന് 60 വർഷത്തെ നോമ്പിൻ്റെ കൂലിയുണ്ടെന്നും ഹദീസിൽ കാണാം. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നത് ഇഹ്യാ ഉലൂമുദ്ദീനിൽ കാണാവുന്നതാണ്. ഞാനതിലേക്കല്ല പോകുന്നത്. ഈ മാസം വളരെ പുണ്യമായ മാസമാണ്. വളരെ അനുഗ്രഹങ്ങൾ, ഇതിന് പല പേരുകളുമുണ്ട്. റജബിനെ പറ്റി മാത്രം ഇമാമിങ്ങൾ കിതാബ് എഴുതിയിട്ടുണ്ട്. റജബ്, ഷഅബാൻ, റമളാനെ സംബന്ധിച്ച് ഇമാം ഫിഷ്നി തുഹ്ഫത്തുൽ ഇഖ്വാൻ എന്ന കിതാബ് എഴുതിയിട്ടുണ്ട്. കുറേ കിതാബുകൾ റജബിനെ പറ്റി മാത്രം സ്വന്തമായുണ്ട്. ഷഅബാനെ പറ്റി